സിക്ക് ആൻഡ് സ്ട്രൈവ്. ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നവരെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്. യേശുവിൻ്റെ ചിന്തയാണ് ദ റൈറ്റ് തോട്ട്. മറ്റുള്ള ആരുടെയും ചിന്തയല്ല, ക്രിസ്തുവിൻ്റെ ചിന്തയാണ് ദ റൈറ്റ് പാറ്റേൺ. കാരണം ന്യായം വിധിക്കുന്ന ഈ കുട്ടികൾ പലതും പറയുമായിരിക്കാം. ഒരു എക്സാം എഴുതിയപ്പോൾ പുറത്തിറങ്ങി കുട്ടികൾ പറഞ്ഞു ഞാൻ അങ്ങനെ എഴുതിയത്, വേറൊരു കുട്ടി പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെ എഴുതിയത്, അപ്പോൾ വേറെ ആൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇവർ 3 പേരോട് തർക്കമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏറ്റവും കറക്റ്റായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യുവാൻ പറ്റുന്ന ആളാരാണെന്നറിയാമോ? ഈ പേപ്പർ വാല്യൂവേറ്റ് ചെയ്യുന്ന ടീച്ചറാണ്. മനസ്സിലായോ? ഈ 3-4 കുട്ടികൾക്ക് പല അഭിപ്രായവും പല തർക്കങ്ങളും ഉണ്ടെങ്കിൽ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറാണ്. ആ ടീച്ചറിന്റെ ഹൃദയത്തിൽ ആ കറക്റ്റ് എന്താണെന്ന് ഉള്ളത്. ആമേ. ഇതേപോലെ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും സഭയുടെ തലവനല്ല, ഈ ലോകത്തിലെ ഏതെങ്കിലും പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ ചീഫ് പാസ്റ്ററോ ഒന്നും അല്ല. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും ചെയ്യാതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം നിൽക്കേണ്ടത് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെയാണ്. ആമേ. ഹല്ലേലൂയ. ക്രിസ്തു ആ ടീച്ചർ, ക്രിസ്തു ആ ജഡ്ജ്. അപ്പൊ ക്രിസ്തുവിന്റെ അഭിപ്രായമാണ് ദ റൈറ്റ്, ഏറ്റവും നല്ല അഭിപ്രായം, ഏറ്റവും ശരിയായ അഭിപ്രായം. യേശു ക്രിസ്തു പറഞ്ഞൊരു ഒരു ക്രമീകരണമാണ്. അതിൽ നിന്നുള്ള ഒരു ടൈറ്റിലാണ് നിങ്ങൾ കേട്ടെ, സീക്ക് ആൻഡ് സ്ട്രൈവ്. സീക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. സീക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. സ്ട്രൈവ് എന്ന് പറഞ്ഞാൽ പോരാടുക. സ്ട്രൈവ് എന്ന് പറഞ്ഞാൽ പോരാടുക, ഒരു ഫൈറ്റ് നടത്തുക. സീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ശ്രമിക്കുക. ഇങ്ങനെയുള്ള ധാരാളം മീനിങ്ങുകളാണ് അതിൽ വരുന്നത്. കർത്താവ് യേശുക്രിസ്തു പറയുന്നൊരു വാക്ക, ഈ ജഡ്ജ് പറയുന്നൊരു വാക്ക, പലരും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ശ്രമിക്കും. കർത്താവ് ഉത്തരവൊപ്പം തന്നെ പറഞ്ഞു, കഴിയുകയില്ല താനും. പലരും കടക്കുവാൻ നോക്കും, കഴിയുക ഇല്ല താനും. ലോകത്തിലെ ഇന്ന് കാണുന്ന മതവിഭാഗങ്ങൾ എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് പറയാം 99%-ലധികവും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നോക്കുന്നവരാണ്. ഇവാലുവേറ്റ് ചെയ്ത ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു, കഴിയുകയില്ല താനും. കഴിയുകയില്ല താനും. സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതിനെ കർത്താവ് പറയുകയാണ്, ആ ഇടുക്കുവാതിലൂടെ കടപ്പാൻ നമ്മൾ ഈ വാക്യം അറിഞ്ഞത് കൊണ്ടൊന്നും നമ്മൾ സ്വർഗത്തിൽ കിടക്കത്തില്ല. അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികത്തിൽ വന്നെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റും. കർത്താവ് പറയുക, ഇപ്പൊ ടീച്ചർ ഇവാലുവേറ്റ് ചെയ്ത ടീച്ചർ പറയുക, പലരും ബി എന്ന് എഴുതും, പക്ഷേ അവർ പാസ്സാകത്തില്ല. പക്ഷെ സി എഴുതിയവരെ പാസ്സാകും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറയുക, പലരും കടപ്പാൻ നോക്കും, എന്നാൽ കഴിയുകയില്ല താനും. ഇടുക്കുവാതിലൂടെ കടപ്പാൻ നോക്കുകയല്ല, പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. അപ്പോ എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ആ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. കടന്നു വന്നാട്ടെ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം
അതിൻ്റെ 23-ാം വാക്യം വന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരുത്തൻ അവനോട്, അതായത് യേശുവിനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവരോട് പറഞ്ഞത്. ആരാ ഇത് പറയുന്നേ? നമ്മളെ ന്യായം വിധിക്കാനും പോകുന്ന ജഡ്ജിയാ ഈ പറയുന്നേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ടീച്ചർ. രക്ഷിക്കപ്പെടുന്ന ചുരുക്കം എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ ജഡ്ജി നിങ്ങളോട് പറയുന്നു, ടീച്ചർ നിങ്ങളോട് പറയുന്നു. Strive to enter in by the narrow door, and many, I say unto you, shall seek to enter in, and shall not be able. പലരും കടപ്പാൻ നോക്കും, അവർക്ക് കഴിയത്തില്ല. എന്നാൽ കടക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരികയാണ് കർത്താവ്, പോരാടുവിൻ. ഇനി നമ്മളിലേക്കൊന്ന് തിരിഞ്ഞേ. നമ്മൾ ഏതായാലും യേശു ക്രിസ്തുവിന്റെ ന്യായാധിപ ആ കോടതിയുടെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും, ഇല്ലേ? അപ്പോൾ അന്ന് നിൽക്കണതിന് പകരം ഇന്നേ നമ്മളെ തന്നെ നിർത്തിയാലോ? നമുക്ക് കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ്, ഇന്ന് ഞാൻ ആരാ? കടക്കാൻ നോക്കുന്ന വ്യക്തിയാണോ അതോ കടക്കാൻ പോരാടുന്ന വ്യക്തിയാണോ? യേശു പറഞ്ഞ വാക്യം വിശ്വസിക്കുന്നോ? ആദ്യം അത് പറ. ഏമേ, നോക്കുന്നവർ കടക്കത്തില്ലെന്നാ യേശു പറഞ്ഞേ. നോക്കുന്നവർ കടക്കത്തില്ല. പിന്നെ കടക്കണമെങ്കിൽ എന്ത് വേണം? പോരാടണം. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും ഈ യേശു പറഞ്ഞ ഇതിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞിട്ട് ഇന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നാളത്തെ എൻ്റെ അവസ്ഥ, നാളെ ഇനി ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് നമ്മളെ ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ കൊണ്ടുവരിക. എന്നിട്ട് ഒന്ന് തീരുമാനിക്കുക, ഞാൻ എന്ത് ചെയ്യുന്ന ആളാണ്? ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുവാൻ ശ്രമിക്കുന്ന ആളാണോ അതോ പോരാടുന്ന ആളാണോ? ഇത് നമ്മൾ പ്രസംഗിച്ച് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലുള്ളത് അങ്ങനെ അല്ലാതായി തീരുമോ? ആരും ഇത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ലാതായി തീരുമോ? വചനം അങ്ങനെ തന്നെയുണ്ട്. ജനത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുന്ന പ്രസംഗിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചന ആസിറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, സ്വർഗരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്, സ്വർഗത്തിൽ കിടക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിക്കേ. നാം ശ്രമിക്കുന്ന ആളാണോ? ശ്രമിച്ചാൽ എന്താ അതിന്റെ റിസൾട്ട് എന്താണെന്ന് കർത്താവ് പറഞ്ഞേ? കഴിയത്തില്ല. പിന്നെ കടക്കണമെങ്കിൽ എന്ത് വേണം? പോരാടണം. ഇപ്പൊ ഇതെന്തുവാ ഈ വിഷയം എന്ന് നാം മനസ്സിലാക്കുക. പ്രിയരെ, ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നേരത്തെ ശ്രമിക്കുക. 10 കൽപ്പനകൾ. ദൈവത്തെ സ്നേഹിക്കുക, ഇവയെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, കക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, ദൈവത്തിന് ആവത പ്രയോഗിക്കാതിരിക്കുക, അന്യൻ്റെതൊന്നും എടുത്തോണ്ട് വരാതിരിക്കുക, കൊല്ലാതിരിക്കുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, പല പല നിയമങ്ങൾ. പിന്നെ കുറച്ചും കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ
കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടി കഴിഞ്ഞാൽ കോപിക്കാതിരിക്കുക, തിന്മ പറയാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക. സാധാരണ ക്രിസ്ത്യ മതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു മതത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തൊക്കെയാ ചെയ്യണേ? കുറെ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക, മിണ്ടാതെ കഴിയുന്ന തിന്മയായ കാര്യങ്ങളൊക്കെ ഒന്നും മിണ്ടാതെ ഇരിക്കുക. ചിലർ TV കാണാതിരിക്കുന്നു. സാധാരണ നമുക്ക് കാണാൻ പറ്റും ഈ 10 കൽപ്പനകളുടെ നിയമം പോലെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പല പല കാര്യങ്ങൾ ചെയ്യരുത് എന്ന കൽപ്പനകൾ കൊണ്ടുപോവുകയാണ്. ഞാനൊരു മനുഷ്യനെ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തിന്മ ആ കാര്യങ്ങൾ ചെയ്യത്തില്ല, ഈ കാര്യങ്ങൾ ചെയ്യത്തില്ല, പല പല കാര്യങ്ങളും ചെയ്യത്തില്ല. കാരണം ഇവർ ചെയ്യുന്നത് ഇവർ സ്വർഗത്തിൽ പോകുവാൻ ശ്രമിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ചില സമയങ്ങൾ കണ്ടുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ ശ്രമിക്കുന്ന ഇവർ കോപിക്കാതെ നല്ലതൊക്കെ ചെയ്ത് പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില സമയങ്ങൾ കണ്ടിട്ടുണ്ട് ഇവര് പൊട്ടിത്തെറിച്ചു പോകും. പൊട്ടിത്തെറിച്ചു പോകും. ആ ചെയ്യാത്ത ഒരു സാധാരണ രീതിയിൽ സാധാരണ ലെവലുകളിൽ ചെയ്യാത്ത കാര്യങ്ങൾ, പബ്ലിക് നോർമൽ ചെയ്യാത്ത ചില സമയത്ത് അതിലും ക്രൂരമായ കാര്യങ്ങൾ ഇവർ ചെയ്തു പോകും. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ നീചമായ ഒരു ഹൃദയം, തിന്മകൾ ചിന്തിക്കുന്ന ഒരു ഹൃദയം. ഇതിന് പറയാം അവന്റെ ഹൃദയത്തിലെ ചിന്തകൾ, നിരൂപണങ്ങളൊക്കെ തിന്മയായതാണ്. തിന്മയായ ചിന്തകളുള്ള ഒരു മനുഷ്യൻ സകലരും അങ്ങനെ. ഇതിന് പറയുന്നത് അവനെ നിഷ്കളങ്കനായ സൃഷ്ടിച്ച്, പക്ഷേ അവൻ ചിന്തിച്ചു പോരുന്ന മുഴുവൻ സൂത്രപ്പണികളാണ്. ഇങ്ങനെ തിന്മയായ ഒരു മനുഷ്യൻ അവനോട് പറയുകയാണ്, നീ അത് ചെയ്യരുത്, നീ ഇങ്ങനെ സംസാരിക്കരുത്, നീ അതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹമുള്ളവനായതുകൊണ്ട്, സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കുന്നവനായതുകൊണ്ടാണ് അടുത്ത ദിവസം പോലെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും, ഇങ്ങനെ നോക്കാതിരിക്കാൻ ശ്രമിക്കും, അങ്ങനെ നടക്കാതിരിക്കാൻ ശ്രമിക്കും, അങ്ങനെ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവൻ എന്തുവാ ചെയ്യണേ? ഇവന്റെ ഉള്ളിലെ ചിന്ത മുഴുവൻ ഇപ്പോഴും എന്തു തന്നെയാ? പഴയ ചിന്തകൾ മുഴുവൻ അങ്ങനെ തന്നെ കിടക്കുക, പഴയ തിന്മകൾ മുഴുവൻ അങ്ങനെ തന്നെ കിടക്കുകയാ. അവന്റെ അകത്തൊരു മാറ്റവും ഇല്ല. പിന്നെ അവൻ എന്താ ചെയ്യണേ? അവൻ കേട്ട ഈ വാക്കുകൾ കൊണ്ട് അവനെ തിന്മയായ അവനെ കെട്ടിയിടാൻ ശ്രമിക്കുക. പക്ഷേ സമയം വരുമ്പോഴോ, അത്യാവശ്യങ്ങൾ വരുമ്പോൾ തിന്മയായ അവൻ പൊങ്ങിങ് വരും. മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യങ്ങൾ വരുമ്പോൾ, അവന്റെ ജീവിതത്തിലെ ആ പ്രഷറിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ അവനിലുള്ള യഥാർത്ഥ മനുഷ്യൻ വെളിയിലേക്ക് വരും. സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷ ഈ അകമേയുള്ളവൻ
അതായത് അവന് വെളിപ്പെടുവാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ല, അകമേ ഉള്ള തിന്മ നിറഞ്ഞ ചിന്തയുള്ള വ്യക്തിയെ ദൈവം തകർത്ത് കളയുകയാണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ നടക്കുന്നത്. ശ്രദ്ധിക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. മതങ്ങളുടെ ശുശ്രൂഷയും ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഉള്ളിൽ തിന്മ നിറഞ്ഞ പാപം ചെയ്യുന്ന, ലോകം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ മനുഷ്യനുണ്ട്. ഈ പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആ പഴയ മനുഷ്യനാണ് ഇന്ന് മനുഷ്യരിലൂടെ ലോകം മുഴുവൻ മതങ്ങളിലും ക്രിസ്തീയ സഭകളിലും കാണപ്പെടുന്നത്. ഈ മനുഷ്യനെയാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കരുത്, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തേണ്ടത് ഈ മനുഷ്യനെയാ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇതാണ് കർത്താവ് പറയുന്നത്. പലരും ഇങ്ങനെ ചെയ്തിട്ട് കടപ്പാൻ നോക്കൂന്ന്. പറ്റത്തില്ലെന്ന കർത്താവ് പറയണേ. ഇങ്ങനെ ചെയ്തിട്ട് കടപ്പാൻ നോക്കും, പറ്റത്തില്ല. കാരണം ഇവര് എന്താണ് ചെയ്തത്? ഇവര് ശ്രമിക്കുകയാ. അതിന്റെ അപ്പോ ഒരു നിമിഷം നിങ്ങൾ ചോദിക്കും, അപ്പോ അങ്ങനെ ചെയ്യണ്ടയോ? ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയരെ, നമ്മൾ നമ്മളുടെ പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ പിടിച്ച് കെട്ടണം. അത് വെളിപ്പെടാതെ പിടിച്ച് കെട്ടണം. പക്ഷെ അതുകൊണ്ട് അവസാനിപ്പിച്ചാൽ പരാജയമടയും. നമ്മളുടെ ഉള്ളിലെ തിന്മ ചെയ്യുന്ന, തിന്മ പറയുന്ന, അതിലേക്ക് നമ്മളെ നയിക്കുന്ന, നടത്തുന്ന തിന്മയായ മാസികകൾ, ഇന്റർനെറ്റുകൾ, ചിത്രങ്ങൾ, ഇതെല്ലാം കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ സ്വഭാവത്തെ നാം പിടിച്ച് കെട്ടണം, നാം നിയന്ത്രിക്കണം. പക്ഷേ അതിനെ നാം എത്രമാത്രം പിടിച്ചു കെട്ടിയാലും അത് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് പൊങ്ങി വരും. അപ്പോ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്, ആ കാറിന്റെ എഞ്ചിൻ ആണ് ആ കാറിന് ആ സ്പീഡ് കൊടുത്തത്. ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുമ്പോൾ ഉടനെ ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. എഞ്ചിൻ കൊടുത്ത സ്പീഡിനെ ആ ബ്രേക്ക് പിടിച്ചു നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? ആ ബ്രേക്ക് പിടിച്ചു നിർത്തും. ഇതേപോലെയാണ് നീ അത് ചെയ്യരുത്, അവിടെ നോക്കരുത്, അങ്ങനെ സംസാരിക്കരുത്, പിടിക്കരുത്, രുചിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ, ഒരു പഴയ മനുഷ്യൻ ഉള്ളപ്പോൾ, തീർച്ചയായും അവൻ തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാതിരിപ്പാൻ നാം അവനെ പിടിച്ചു നിർത്തണം. അതിനൊരു ബ്രേക്ക് ആവശ്യമാണ്. പക്ഷേ എത്രമാത്രം നാം ബ്രേക്ക് ചെയ്ത്, ആ ബ്രേക്കിന്റെ പേരാ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമായത്. മനുഷ്യന്റെ സ്വന്തം ശക്തിയാലും മനുഷ്യൻ ചെയ്യും, പക്ഷേ അത് വീണുപോവുകയും ചെയ്യും, പിടിച്ചു നിർത്താനും പറ്റത്തില്ല. ഈ കള്ളു കുടിക്കുന്ന ആളുകൾ കള്ളുകൂടി നിർത്താൻ പോയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അവർ ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, ചില മാസങ്ങൾ നിർത്തും. എന്നിട്ടും അറിയാതെ, ഭാര്യ അറിയാതെ, കുഞ്ഞുങ്ങൾ അറിയാതെ, മക്കൾ അറിയാതെ
വീട്ടുകാരറിയാതെ, ദൈവദാസനറിയാതെ അവർ വീണ്ടും കുടിക്കും. കാരണം അവരെ നിർത്താൻ ശ്രമിച്ചത് അവരുടെ സ്വന്തം ശക്തി കൊണ്ടാണ്. സ്വന്തം ശക്തി കൊണ്ട്. മനുഷ്യന്റെ വിൽ പവറിന് ജഡീക ശക്തികളെ കീഴ്പ്പെടുത്തുവാനുള്ള കഴിവില്ല. സിഗരറ്റ് വലിക്കുന്നവർ, കഞ്ചാവ് വലിക്കുന്നവർ, മറ്റുള്ള തിന്മകൾ അവരുടെ സ്വന്തം ശക്തിയാൽ നിർത്തുവാൻ ശ്രമിക്കുന്നു. ഒരാഴ്ച നിർത്തി, 2 ആഴ്ച നിർത്തി, 3 ആഴ്ച നിർത്തി, 1 മാസം നിർത്തി, വീണ്ടും ചെയ്താൽ അവർ കടന്നു വരികയാണ്. എന്നാൽ നാം മനസ്സിലാക്കുക, ഈ സ്വഭാവം നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുക? നമ്മൾ അതിനെ സെൽഫ് കൺട്രോൾ കൊണ്ട് പിടിച്ചു നിർത്തുകയാണ്. പക്ഷെ ഏത് നിമിഷവും അത് കടന്നു വരാം. അപ്പോൾ ഒരു പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവനെ ഉപേക്ഷിക്കേണ്ടതാ. ആ പഴയ മനുഷ്യനെ അവനെ പിടിച്ചു കെട്ടേണ്ടതാ. എന്നാൽ ഈ സമയം തന്നെ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ ഉള്ളിൽ പാപം ചെയ്യാൻ കഴിയാത്ത ഒരു പുതിയ മനുഷ്യനുണ്ട്. ഇത് പഴയ നിയമത്തിലെ ചരിത്രത്തിൽ ഇല്ല. രക്ഷിക്കപ്പെട്ട നമ്മളുടെ ഉള്ളിൽ പാപം ചെയ്യാൻ കഴിയാത്ത, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല, നിങ്ങളുടെ അകത്തുണ്ട്. തിരുവചനത്തോട് നോക്കിയാൽ അറിയാം, ഒരു ക്രിസ്തുവിലായ അവർ പുതിയ സൃഷ്ടിയായി. ഈ വ്യക്തി നമ്മുടെ അകത്തുണ്ട്. ആ വ്യക്തിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരാൾ നമ്മുടെ അകത്തുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ സൃഷ്ടിയായ അകത്തെ മനുഷ്യൻ. എന്നാൽ നമ്മുടെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യന് പാപം ചെയ്യാൻ കഴിയും. പാപം ചെയ്യാനേ കഴിയൂ. ലോകത്തെ സ്നേഹിക്കാനേ കഴിയൂ. ലോകത്തെ ഇഷ്ടപ്പെടാനേ കഴിയൂ. ലോകത്തിലേക്ക് തന്നെ നിയന്ത്രണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പന്നിയുടെ സ്വഭാവം അഴുക്കിലേക്ക് തന്നെ കാഴ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശാലമായ ഒരു പുൽത്തകിടി, നല്ല മനോഹരമായ ഒരു പുൽത്തകിടി, ഇപ്പുറത്തൊരു ചെളിക്കൂട്ടവും, അഴുക്ക് നിറഞ്ഞ, തിന്മ നിറഞ്ഞ ഒരു ചെളിക്കൂട്ടവും കണ്ട് നടുവിലൊരു പന്നിയെ നിർത്തി. ആ പന്നി ചാടി പോകുന്നത് പുൽത്തകിടിയിലേക്കൊന്നുമല്ല, പന്നി ചാടി പോകുന്ന ആ ചെളിയിലേക്കാണ്. ഇതേപോലെ തന്നെ ദൈവരാജ്യവും ലോകവും അപ്പുറവും വെച്ചാൽ പഴയ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഓടുന്നത് മുഴുവൻ ലോകത്തിലേക്കാണ്. ഓടും. ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ കാഴ്ചകൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ. നമ്മളോട് പറയുന്നു, ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ആര്? പഴയ വിശ്വാസികളോടല്ല പറയുന്നേ. നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്ന വ്യക്തികളെങ്കിൽ, യേശുക്രിസ്തുവിനോട് ഉയർത്തിരിക്കുന്ന വ്യക്തികളെങ്കിൽ, കണ്ടീഷനുണ്ട്, എല്ലാവരും അല്ല. യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്ന വ്യക്തികളെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ആമേ. ഇനിയും പന്നിക്കൂട്ടിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. അപ്പോൾ പ്രിയരെ, ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ ആദാനുരൂപമായ കറപ്റ്റ് ചെയ്യപ്പെട്ട ആ പഴയ മനുഷ്യനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പഴയ മനുഷ്യനെ പിടിച്ച് കെട്ടേണ്ടതാ, അവൻ വെളിപ്പെടാതെ. അതിനുവേണ്ടിയാണ് രുചിക്കരുത്, തിന്നരുത്, ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ സംസാരിക്കരുത്, കോപിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആമേ. പക്ഷെ നമ്മുടെ സ്വന്തം ശക്തിയാൽ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ വീണുപോകും. ആമേ. പക്ഷെ എന്നെന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? എന്നെന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. എന്നെന്ന് ഇങ്ങനെ ശ്രമിക്കാനല്ല ആഗ്രഹിക്കുന്നേ. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ഈ വ്യക്തിയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുക, അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക, എന്റെ ശത്രുവിനെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുകയാ, എന്റെ ശത്രുവിനെതിരെ തിന്മ പറയാതിരിക്കാൻ ശ്രമിക്കുകയാ. എങ്ങനെ? ഇവൻ ഈ പഴയ മനുഷ്യനെ പിടിച്ചു കെട്ടി. പക്ഷേ അത് ശ്രമിക്കുമ്പോഴാ. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, യേശുക്രിസ്തു പറഞ്ഞ പോരാട്ടത്തിലൂടെ ഒന്ന് പോകാമോ? അതിലൂടെ നാം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ
ശത്രുവിനെ ഉപദ്രവിക്കാനുള്ള ശക്തി നമ്മുടെ ഇല്ലാതെയാകും. വ്യത്യാസം മനസ്സിലാക്കുക. നേരത്തെ നമ്മളെക്കുറിച്ച് തിന്മ പറഞ്ഞ വ്യക്തിയെ തിന്മ പറയുവാൻ പഴയ മനുഷ്യൻ വെമ്പിയപ്പോൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ അവനെ പിടിച്ചു കെട്ടാനാണ് സെൽഫ് കൺട്രോളും മറ്റുള്ള കാര്യങ്ങളും വേണ്ടി വന്നേ. ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. ഇത് ശ്രമിക്കുന്ന വ്യക്തികളാ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ പോരാടുന്ന വ്യക്തികളുണ്ടല്ലോ, ആ പോരാടുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പോരാട്ടത്തിൻ്റെതായ എത്രത്തോളം ആ പോരാട്ടത്തിൽ ആ വ്യക്തി മുന്നേറുന്നുവോ അതനുസരിച്ച് പ്രിയ ദൈവത്തിനെ ഇവിടെ കാണുവാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? ഈ വ്യക്തിക്ക് തന്റെ ശത്രുവിനെ ഉപദ്രവിക്കുവാനുള്ള ആ കപ്പാസിറ്റി തന്നെ ഇല്ലാതെയായി തീരുകയാണ്. അതായത് പഴയ മനുഷ്യന്റെ ശക്തിയാണ് ശത്രുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് തിന്മ പറഞ്ഞ വ്യക്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വ്യക്തി ആ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ആ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ മനുഷ്യൻ ഉപദ്രവിക്കുവാനുള്ള മനുഷ്യന്റെ ശക്തി ഇവന്റെ അകത്ത് അല്ലെങ്കിൽ സഹോദരിയുടെ അകത്ത് ഇല്ലാതെയാകുക. തിന്മ പറയുവാനുള്ള ശക്തി ഇല്ലാതെയാകുക. കാരണം ഈ തിന്മ പറയുന്ന പഴയ മനുഷ്യൻ തകർക്കപ്പെടുകയാണ് അനുദിനവും. പകരം നന്മ ചെയ്യുന്ന തിന്മ ചെയ്യാൻ അറിയാത്ത അകത്തെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുകയാ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥ യേശുവിന്റെ ക്രിസ്തീയ ജീവിതത്തിലൂടെ ഒരു വ്യക്തി മുന്നോട്ടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മുന്നോട്ടേക്ക് വരും തോറും തിന്മ ചെയ്യുന്ന പാപം ചെയ്യുന്ന മനുഷ്യൻ തകർക്കപ്പെടുകയാണ്. പകരം പാപം ചെയ്യാൻ അറിയാത്ത മനുഷ്യൻ വളരപ്പെടുകയാണ്. വ്യത്യാസം മനസ്സിലാക്കുക. ഇത് ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല, സഭകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ചുമ്മാ നിയമങ്ങൾ തരുന്ന ദൈവമല്ല, ആളെ മാറ്റുന്ന കർത്താവാ. ആളെ മാറ്റിക്കളയും. മനസ്സിലാവുന്ന? ആളെ മാറ്റിക്കളയും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇതാ കർത്താവ് പറയുന്നേ, കുഞ്ഞേ നീ ശ്രമിച്ചാൽ നീ പരാജയപ്പെടത്തേ ഉള്ളൂ. നീ ശ്രമിച്ചാൽ നീ പരാജയപ്പെടത്തേ ഉള്ളൂ. നിനക്ക് കടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നീ ആ പോരാട്ടത്തിലേക്ക് വരാമോ? നിനക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും. ആ പോരാട്ടത്തിലേക്ക് വന്ന സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും. ഇതിന്റെ അർത്ഥം ഇത്രയും മാത്രം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് ശുശ്രൂഷകളാ. ഒന്ന്, യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒന്ന് പഴയ മനുഷ്യനെ നമ്മൾ പിടിച്ചു കെട്ടുക, ബ്രേക്ക് ചെയ്യുക, അവനെ പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യുക. ശ്രദ്ധിക്കുക, പഴയ മനുഷ്യനെ നാം നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യുക. കാറില് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, കാർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഒന്ന് കാറിന്റെ ബ്രേക്കാണത്, ഒന്ന് കാറിന്റെ ആക്സിലറേറ്ററാണ്. ബ്രേക്ക് എന്തിനാണെന്നറിയാമോ? ഓൾറെഡി എൻജിൻ റിലീസ് ചെയ്ത പവർ ടയറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ പിടിച്ച് നിർത്താനാണ് ബ്രേക്ക്. ഇതേപോലെ തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ പിടിച്ച് നിർത്തണം. ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിക്ക് എന്ത് പറ്റും? വണ്ടി സ്പീഡ് കുറയും, നിൽക്കും. ഇതാ മറ്റൊന്ന് തൊട്ടടുത്ത ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? വണ്ടി മുമ്പോട്ടേക്ക് പോകും. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ രണ്ട് മനുഷ്യനുണ്ട്. ആ രണ്ട് മനുഷ്യനിൽ പാപം ചെയ്യുന്ന മനുഷ്യനെ പിടിച്ചു നിർത്തണം.
പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ റിലീസ് ചെയ്യണം. വ്യത്യാസം മനസ്സിലായോ? പാപം ചെയ്യുന്ന മനുഷ്യനെ ബ്രേക്ക് ചെയ്യണം. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ റിലീസ് ചെയ്യണം. ഞാനീ പറയുന്നതൊക്കെ പ്രാക്ടിക്കലാട്ടോ. നിങ്ങൾ തിയറിയാണെന്നും പറഞ്ഞൊന്നും പോകരുത്. ഇത് പ്രാക്ടിക്കലായി. ഇത് പ്രാക്ടിക്കൽ കള്ള കാര്യമായി പറയുന്നത്. കർത്താവ് എന്നെ കൊണ്ട് ഇത് പ്രസംഗിക്കുന്ന പ്രാക്ടിക്കൽ ലൈഫിലൂടെ കടത്തിവിട്ടിട്ടാ. പാപം ചെയ്യുന്ന മനുഷ്യൻ അവനെ ബ്രേക്ക് ചെയ്യണം. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ റിലീസ് ചെയ്യണം. ആദാനുരൂപനായ മനുഷ്യനെ പിടിച്ചു കെട്ടണം. അതാണ് നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ. ഇനി പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ക്രിസ്ത്യാനുരൂപനായ മനുഷ്യനെ റിലീസ് ചെയ്യണം. കർത്താവ് പറയുന്നു, അവരാ സ്വർഗ്ഗരാജ്യക്കാരെന്ന്. ക്രിസ്ത്യാനുരൂപനായ മനുഷ്യനെ റിലീസ് ചെയ്യണം. ക്രിസ്ത്യാനുരൂപനായ മനുഷ്യനാ ദൈവപുത്രൻ. യേശുവിനെ തന്നതിന്റെ ഉദ്ദേശം എന്തിനാണെന്നറിയാമോ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുക. പഴയ മനുഷ്യനെ പിടിച്ചു കെട്ടുകയും പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാ പിടിച്ചു കെട്ടുക? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമ്മളെ തന്നെ ഒന്ന് ബന്ധിച്ച് ഒന്ന് നോക്കുക. അത് രുചിക്കാതിരിക്കുക, ഇത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ പലതും കോപിക്കാതിരിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പലതുമാ. എന്നാൽ പുതിയ മനുഷ്യനെ എങ്ങനെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാ? അതിനാണ് അടുത്ത മെത്തേഡ്. ഇപ്പൊ പഴയ മനുഷ്യനെ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പഴയ മനുഷ്യനെ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ആൻഡ് ബ്രേക്ക് മെത്തേഡ്. ബ്രേക്ക് ആൻഡ് ബ്രേക്ക് മെത്തേഡ്. ഈ ബ്രേക്കിന് രണ്ടർത്ഥമുണ്ട്. ബ്രേക്കിന് നമ്മൾ ബ്രേക്ക് ചവിട്ടി നിൽക്കും, സംഭവം ശരിയാ. പിന്നെ അവൻ ബ്രേക്ക് ചെയ്ത് അതിന്റെ അർത്ഥം ഒരു ബ്രേക്ക് കൂടി ഉണ്ട്. അതിന്റെ അർത്ഥം നിർത്തുക എന്നല്ല, തകർക്കുക എന്ന്. നിർത്തുക, തകർക്കുക, രണ്ടിന്റെ ബ്രേക്ക് തന്നെയാണ്. ബ്രേക്ക് ആൻഡ് ബ്രേക്ക് മെത്തേഡ്. പഴയ മനുഷ്യനെ നിർത്തുക, വെളിപ്പെടാതെ അവനെ നിർത്തുക. രണ്ടാമത് അവനെ തകർക്കുക. അപ്പോ പാപം ചെയ്യാൻ കഴിയാത്ത പുതിയ മനുഷ്യൻ റിലീസ് ചെയ്യപ്പെടും, വെളിപ്പെടും. നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയാം നിങ്ങളിൽ ചിലരൊക്കെ സാഡാ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ സാഡാകാനുള്ള കാരണം ഈ ശ്രമിക്കുന്ന കൂട്ടരുണ്ടല്ലോ, സ്വർഗത്തിൽ കയറാൻ ശ്രമിക്കുന്ന കൂട്ടര്. അവരെ ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് their best life now. ഈ കൂട്ടർ മെജോറിറ്റി ഇത് തന്നെയാണ്. അവരാഗ്രഹിക്കുന്നത് ഈ ജാതികൾ അവരുടെ ദൈവത്തെ ആരാധിക്കാൻ പോണെന്തിനു വേണ്ടിയാ? അവരവരുടെ നല്ലൊരു ജീവിതം അവർക്കൊന്ന് ജീവിക്കണം. അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ, ഹൃദയത്തിലുള്ള ഇഷ്ടങ്ങൾ ഈ ദൈവത്തോട് പറഞ്ഞ് ഈ ദൈവം അതല്ല ഞങ്ങൾക്ക് തരണം, ഇല്ലേ? അതിനുവേണ്ടി ഞങ്ങൾക്ക് അതിനെയോ പൂമാലയോ എണ്ണയോ വേണമെങ്കിൽ 5-6 സ്തുതിയോ ആരാധനയോ എന്തും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ ഞങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങളുടെ നല്ല ജീവിതം ഇങ്ങ തരണം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇങ്ങ തരണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു ചിന്തയിൽ വരികയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ഇന്നത്തെ ജാതികൾ മുഴുവൻ കാണുന്നേ. അമ്മേ, പക്ഷെ ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഇതല്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തെ അല്ല. ക്രിസ്തു പറയുന്നത് എന്നാന്നറിയാമോ? കുഞ്ഞേ, നിന്റെ ബെസ്റ്റ് ലൈഫ് നൗ എന്ന് പറഞ്ഞ് ആ ചിന്തയിൽ നാം ലോകത്തിലേക്ക് ഓടുമ്പോ ക്രിസ്തു പറയുക, നിന്റെ ബെസ്റ്റ് ലൈഫ്, യുവർ ബെസ്റ്റ് ലൈഫ് ഈസ് കമ്മിങ്.
നിന്റെ നല്ല ജീവിതം വരുന്നു. നിന്റെ നല്ല ജീവിതം വരുന്നു. എങ്ങനെ? നിന്റെ ഇപ്പോഴുള്ള ജീവന് നീ അതിനായി വിതച്ചാൽ. നിന്റെ ഇപ്പോഴുള്ള ജീവനെ നീ അതിനായി വിതച്ചാൽ നിന്റെ നല്ല ജീവിതം വരുന്നു. ഇത് കേൾക്കുമ്പോഴാണ് മനുഷ്യർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലാതെ അതിനെ അങ്ങ് മൂടുന്നത്, അതിനെ താല്പര്യമില്ലാതെ മനുഷ്യർ ഓടുന്നത്. പകരം നിന്റെ ബെസ്റ്റ് ലൈഫ് ഇപ്പോഴേ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനുഷ്യൻ തയ്യാറാണ്. കാരണം ബോധവും സുബോധവും ഇല്ലാത്ത മനുഷ്യർ ഏതാനും 10, 15, 20, 25, 30, 40 വർഷം ഇവിടെ ഈ ദ്രവിക്കുന്ന ശരീരത്തിൽ പിശാചിന്റെ കീഴിൽ സുബോധമില്ലാതെ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ വ്യക്തിക്ക് നല്ല ജീവിതം എന്ന് പറയുന്നത്. അതിലങ്ങ് കഴിഞ്ഞുപോയി നിത്യനരകത്തിൽ പോകുന്നതിനെ കുറിച്ച് ഇവൻ ചിന്തിക്കുന്നതേയില്ല. ഇവന്റെ ജീവിതത്തിന്റെ അപ്പുറം, ഈ ലോകത്തിലെ ഈ മനുഷ്യ ജീവിതത്തിന്റെ അപ്പുറം അവൻ ചിന്തിക്കുന്നതേയില്ല. അവൻ ഈ ലോകത്തിലേക്ക് എങ്ങനെയാ വന്നതെന്ന് അവൻ ചിന്തിക്കുന്നതേയില്ല. അവൻ ഇവിടെ നിർത്തിയത് ആരാണെന്ന് അവൻ ചിന്തിക്കുന്നതേയില്ല. അവൻ ഈ ശരീരം തന്നത് ആരാണെന്ന് അവൻ ചിന്തിക്കുന്നതേയില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി തന്നത് ആരാണെന്ന് അവൻ ചിന്തിക്കുന്നതേയില്ല. 1,00,000 കിലോമീറ്ററിലധികം വെയിനുകൾ മാത്രം ഒരു മനുഷ്യ ശരീരത്തിലുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ കണ്ണുകൾ ഇതുപോലെ കാണുന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രത്തിന് മനസ്സിലാകുന്നില്ല, അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ ചെവി ഇതുപോലെ ഇത്ര മനോഹരമായി വളരെ ഇത് കേൾക്കത്തക്ക ഒരു ശബ്ദം കേൾക്കത്തിന് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ എല്ലാം പുറകിലുള്ള ദൈവം, ഹൃദയം ഇതുപോലെ ഇടിക്കുന്നത്, ഓരോരോ അറേഞ്ച്മെന്റുകൾ, ഹൃദയം നമ്മൾക്കത് പുറത്തുള്ള ക്ഷതങ്ങളേക്കാത്ത രീതിയിൽ അത് വളരെ പ്രൊട്ടക്ട് ചെയ്ത് അസ്ഥികൾ കൊണ്ട് ഒരു പെട്ടി ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവം, ഈ ദൈവത്തിന്റെ വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ദൈവം ഇവിടെ ചെയ്തിട്ട് ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നതേ ഇല്ല. അവന് സുബോധമില്ല. അവൻ ചിന്തിക്കുന്നത് ഇപ്പോഴൊരു ബെസ്റ്റ് ലൈഫ് അവന് വേണം, ഇപ്പോഴൊരു ബെസ്റ്റ് ലൈഫ് അവന് വേണം. സുബോധമില്ലാത്ത മനുഷ്യൻ ഇത് കൊടുക്കുവാൻ പിശാച് മുമ്പിന്റെ പുറകെ കൂടിയിരിക്കുക. അതാ കർത്താവ് പറയുക, നിനക്ക് നിന്റെ ജീവനെ നേടുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിന്റെ ഈ ജീവിതം എനിക്കായിട്ട് ഇങ്ങോട്ട് താ, എനിക്കായിട്ട് നീ വിതയ്ക്ക്, എനിക്കായിട്ട് വിതയ്ക്ക്. കർത്താവ് പറയാ, നീ നിന്റെ ജീവനെ നേടുവാൻ നോക്കിയാൽ നീ അതിനെ കളയത്തേ ഉള്ളൂ. നിന്റെ ബെസ്റ്റ് ലൈഫ് നീ ഇപ്പോൾ നേടുവാൻ നോക്കിയാൽ നീ അതിനെ കളയത്തേ ഉള്ളൂ. കാരണം മനുഷ്യന്റെ ചിന്തയിൽ അവന്റെ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അവൻ ചോദിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്നതും ആരെ? സുബോധമില്ലാത്തവൻ. അവൻ ചോദിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന, അവന് ഇഷ്ടമുള്ളത് അവന് ലഭിക്കുന്നതാണ് അവന്റെ ബെസ്റ്റ് ലൈഫ്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ലൈഫ് നമുക്ക് തരുവാൻ വേണ്ടിയാണ്. അത് നാം ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ തെളിയിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രിയരെ, ആ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. എന്താ ഈ പോരാട്ടം? നമ്മുടെ പഴയ മനുഷ്യനെ തകർത്ത് കളയുകയാണ്. നമ്മുടെ പഴയ മനുഷ്യനെ തകർക്കുകയാ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ മനോഹരമായ ഒരു മൈതാനവും മറു സൈഡില് ചെളിക്കുണ്ടും കാണിച്ചു കഴിഞ്ഞാൽ പന്നി ചെളിക്കുണ്ടിലേക്ക് ഓടൂ. സ്വർഗരാജ്യവും ലോകവും കാണിച്ചു കഴിഞ്ഞാൽ പന്നി എങ്ങോട്ടേക്ക് ഓടോ? പന്നിയുടെ സ്വഭാവമുള്ളവർ എല്ലാം ലോകത്തിലേക്ക് ഓടത്തുള്ളൂ. കാരണം ആ പഴയ മനുഷ്യൻ നിറഞ്ഞു കിടക്കുകയാ. എന്നാൽ പുതിയ മനുഷ്യൻ, ദൈവത്തിന്റെ വചനം പറയാ, ദൈവത്തെ ജനിച്ചവന് പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഈ പാപം ചെയ്യാൻ കഴിയാത്തവരെന്തിനാ പിടിച്ചു കെട്ടണേ? പാപം ചെയ്യാൻ കഴിയാത്തവനെ പിടിച്ചു കെട്ടണ്ട, അവനൊരു സെൽഫ് കൺട്രോളും വേണ്ട. കാരണം ഓൾറെഡി അവന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ അവന് പാപം ചെയ്യാൻ കഴിയത്തേയില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആരാ പിടിച്ചു കെട്ടണ്ടേ? പഴയ മനുഷ്യനെയാണ്. അപ്പൊ പഴയ മനുഷ്യനെ നമ്മൾ തുടക്കത്തിൽ പിടിച്ചു കെട്ടി മുന്നോട്ടേക്ക് പോകുമ്പോ അകത്തുനിന്ന് പുതിയ മനുഷ്യൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ മനുഷ്യൻ തകർക്കപ്പെട്ടു. പുതിയ മനുഷ്യനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അവന് പാപം ചെയ്യാനേ കഴിയത്തില്ല. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അകത്തുനിന്ന് ഇറങ്ങുന്ന പുതിയവന് പാപം ചെയ്യുവാനേ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:9 വായിച്ച്.
ഓ ജീസസ്. 1 യോഹന്നാൻ 3:9 നമ്മൾ വരുമ്പോ നമുക്ക് അവിടെ കാണുവാനും പറ്റും. ദൈവത്തിന് ജനിച്ചവനെ കുറിച്ച് അവിടെ പറയുന്നത്, ഈ മനുഷ്യനാണ് നമ്മുടെ അകത്ത് ജനിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്തുവിലായാൽ ആ പുതിയ സൃഷ്ടിയായെന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, പാപം ചെയ്യാൻ കഴിയാത്ത സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യനുണ്ട്. കഴിയത്തില്ല. ഇങ്ങനൊരു മനുഷ്യനകത്തുണ്ടെന്നേ. പക്ഷേ നമുക്ക് ഈ മനുഷ്യനെ മനസ്സിലാകാത്തത് നമ്മൾ ആ പഴയ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാ. അവനെ പിടിച്ചു കെട്ടേണ്ട മനുഷ്യനാണ്. പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യേണ്ട മനുഷ്യനാണ്. വെളിപ്പെടേണ്ടതാ പുതിയ മനുഷ്യൻ. ദൈവപുത്രനാ ഇവൻ വെളിപ്പെടേണ്ടതാ. ഇവന്റെ വെളിപ്പാടിനാണ് സർവ്വസൃഷ്ടി ഈറ്റുന്നതോടെ കാത്തിരിക്കുന്നത്. യേശുവിനെ തന്നതും ഇതിനു വേണ്ടിയാ. യേശുവിനെ കേൾക്കേണ്ട അവനകത്ത് വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തിരിക്കുക. ഇവൻ വെളിപ്പെടാനാ യേശുവിനെ തന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മെത്തേഡാണ് ഒന്ന്, ആദ്യം തന്നെ ഈ വ്യക്തികളെ, പഴയ മനുഷ്യനെ പിടിച്ച് കെട്ടുക, പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യുക. പുതിയ മനുഷ്യനെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് പഴയ മനുഷ്യൻ തകർന്നുകൊണ്ടേയിരിക്കും. മറ്റേ രീതിയിൽ പറഞ്ഞാൽ പഴയ മനുഷ്യൻ തകരുന്നതിനനുസരിച്ച് പുതിയ മനുഷ്യൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലല്ലോ, ഇതാണ് ദൈവരാജ്യത്തിന്റെ മെത്തേഡ്. ദൈവരാജ്യത്തിന്റെ മെത്തേഡ് ആ ഗോതമ്പ് മണി അതിന്റെ പുറം തകർന്നാ മതി, അകത്തുനിന്ന് ഇതാ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവൻ വെളിയിലിറങ്ങും. ഒളിഞ്ഞിരിക്കുന്ന ജീവൻ വെളിയിലിറങ്ങും. ഈ ശുശ്രൂഷയാ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ, ഗ്ലോറി. നമ്മളുടെ സ്വയം, നമ്മുടെ സ്വയം തകർക്കപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ആത്മീയ തലമല്ല, നമ്മൾ ഈ കാണുന്ന ആത്മീയ തലമല്ല വിശുദ്ധ വചനത്തിലൂടെ വെളിപ്പെടുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി ഓടി വരുന്നതല്ല. എന്നാൽ നമുക്ക് എന്താ ദൈവത്തിന്റെ വചനം പറയാം, നിങ്ങൾക്ക് ഇന്നതൊക്കെ വേണമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണെന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ ഓട്ടം. നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണെന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ ഓട്ടം. നിന്റെ കണ്ണിന്റെ പീളയിൽ എത്ര രോമമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഉണ്ടാക്കിയ ദൈവമായി എനിക്കറിയാം. മനസ്സിലായോ? അപ്പോൾ സകലതും ദൈവത്തിനറിയാം. ദൈവം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ദൈവത്തിനറിയാം. ആ ദൈവം എന്താഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം പോകേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ശ്രദ്ധിക്കുക, ഈ ലോകത്തിലെ ജനത്തിന് ഫസ്റ്റ് സുബോധം ഇല്ല. ഈ സുബോധമില്ലാത്ത ജനത്തിന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സുബോധമില്ലാത്തതിന് അപ്പോഴെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നല്ല ജീവിതമാകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചുകുട്ടികളുടെ അടുക്കിലേക്ക് പോയിട്ട് കൊച്ചുകുട്ടികളുടെ അടുക്കിലേക്ക് ഒരു സാറ് ചെല്ലുകയാ, സാറ് അല്ലെങ്കിൽ ടീച്ചർ ചെല്ലുകയാ. ടീച്ചർ പറയുക കൊച്ചുകുട്ടികളോട്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ഇപ്പോൾ തരാം. എന്താ കൊച്ചുകുട്ടികളുടെ ചിന്തയിലേക്ക് ഉടനെ പോണേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളുടെ ബെസ്റ്റ് ലൈഫ് ഇപ്പോഴാണ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ചിന്ത വരുന്നേ? അവരുടെ ചിന്ത വരുന്ന അവരുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഇഷ്ടത്തിൽപ്പെട്ട ഐസ്ക്രീം ഒട്ടനെ അവരുടെ ചിന്തയിലേക്ക് വരും. അവരുടെ ഇഷ്ടത്തിൽപ്പെട്ട ക്രിക്കറ്റ് ഉടനെ അവരുടെ ചിന്തയിൽ വരും. അവരുടെ ഇഷ്ടത്തിൽപ്പെട്ട 5 സ്റ്റാർ ചോക്ലേറ്റ് അവരുടെ ചിന്തയിലേക്ക് വരും. കാരണം ഈ കൊച്ചുകുട്ടികൾക്ക് എന്തിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവരുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ചിന്ത കൊച്ചുകുട്ടികൾക്കില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ശ്രദ്ധിക്കുക. ഇന്നത്തെ പല പ്രസംഗങ്ങളും ഇതേപോലത്തെ പ്രസംഗങ്ങളാണ്. ഇവിടെ ഒരു സാർ വന്നിട്ട് പറയാ, ഐ വിൽ ടീച്ച് യു ഹൗ യു വിൽ ഗെറ്റ് യുവർ ബെസ്റ്റ് ലൈഫ് നൗ. നിന്റെ ബെസ്റ്റ് ലൈഫ് ഇപ്പോ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പൊ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി. ഉടനെ കുട്ടികളുടെ ചിന്തയിൽ എന്താ വരുന്നത്? ചിലവ് പറയാറുണ്ട്, അയ്യോ മന്ത്രിമാരും ഒന്നും മരിച്ചില്ലല്ലോ, എന്തേ മന്ത്രി മരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവര്? കാരണം അന്ന് ഞങ്ങൾക്ക് എന്തില്ല, സ്കൂള് അവധിയായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ചിന്തയില് ആർക്ക് സ്കൂളാണ് അവധിയായാൽ മതി.
മനസ്സിലാവുന്നുണ്ടോ? സ്കൂളിൽ അവധിയായാൽ മതി. ചിലരെ സംബന്ധിച്ച് എന്തായിരിക്കും, അപ്പൊ സാറ് ഞങ്ങൾ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിടുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വേറെ ആള് ചിന്തിക്കുന്നു, ഞങ്ങൾക്കപ്പോ മിൽക്കി ബാർ, ഡയറി മിൽക്ക്, ഞങ്ങൾക്ക് 5 സ്റ്റാർ ചോക്ലേറ്റ് കിട്ടുമായിരിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ചിന്തയില് അവരുടെ ഭാവിയെ കുറിച്ചൊന്നുമല്ല, അവരുടെ ബെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴങ്ങ് അടിച്ച് അതായത് സാധാരണ സ്റ്റാൻഡേർഡ് ഈ ലോകപ്രകാരം പറഞ്ഞ അടിച്ചു പൊളിച്ചൊരു ജീവിതം ഇപ്പോ അങ്ങ് കിട്ടണം. മനസ്സിലായി? ഇപ്പോൾ കളിക്കാൻ പോണം, ഇപ്പൊ മിൽക്കി ബാർ വേണം, ഇപ്പൊ ഐസ്ക്രീം വേണം, ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടീച്ചറാണ് അവരുടെ എങ്കിൽ 10 ദിവസം കഴിഞ്ഞ് ഇവരുടെ പാരന്റ്സ് അറിഞ്ഞു, കുട്ടികളുടെ പാരന്റ്സ് അറിഞ്ഞു. നീന്തിക്ക് ഈ പാരന്റ്സ് എന്നിട്ട് ആ ടീച്ചർ എന്തായിരിക്കും പറയണേ? മിൽക്കി ബാറും ക്രിക്കറ്റ് കളിപ്പിക്കാനും ഒക്കെ അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഈ സ്കൂളിലേക്ക് വിടുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾ അവരെ ഭാവിക്ക് വേണ്ടി ഒരുക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? ഭാവിക്ക് വേണ്ടി ഒരുക്കാനാ ഇങ്ങോട്ടേക്ക് വിടുന്നേ. ഇപ്പോ ഈ കുട്ടികളുടെ തലവും മാതാപിതാക്കളുടെ തലവും നമുക്ക് മനസ്സിലായി. എന്നാൽ ദൈവം നോക്കുമ്പോൾ ഈ ലോകത്തിലുള്ളവരെല്ലാം കുട്ടികളും സുബോധവും ഇല്ലാത്തവരുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നോക്കുമ്പോൾ ഈ മാതാപിതാക്കന്മാർ ഈ കുട്ടികളും എല്ലാവരും കുട്ടികളും സുബോധം ഇല്ലാത്തവരും. അപ്പോൾ ഇവർക്ക് വേണ്ടത്, ഇവരുടെ ഭാവി എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ കാണുന്ന ഏതാനും ദിവസമല്ല. ഇവരുടെ ഭാവി എന്ന് പറയുന്നത് ശരീരം വിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങാൻ പോവുക. ഇവിടെ നമ്മൾ പറയാം, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രിയ ദൈവത്തിന് ജനമേ, ഇവിടെ യേശു ആണ് ശുശ്രൂഷിക്കുന്നതെങ്കിലോ, ആ ക്ലാസ്സിൽ യേശു ആണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ എന്നെ ആയിരിക്കും പറഞ്ഞത്, ഈ ഡയറി മിൽക്കോ ക്രിക്കറ്റോ അതൊക്കെ ആയിരിക്കും പറയാൻ പോണേ. യേശു പറയാൻ പോണ നിന്റെ ബെസ്റ്റ് ലൈഫ് നിനക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുക. നിന്റെ ബെസ്റ്റ് ലൈഫ് നിനക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുക. അതിന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിന്റെ ബെസ്റ്റ് ലൈഫ് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് കർത്താവ് പറയുക, ഹേറ്റ് യുവർ ലൈഫ്. നിന്റെ ജീവനെ നീ അങ്ങ് വെറുക്ക്. നിന്റെ ജീവനെ നീ അങ്ങ് വെറുക്ക്. പറ്റുമോ? നിന്റെ ജീവനെ നീ അങ്ങ് വെറുക്ക്, എങ്കിൽ നിന്റെ ജീവനെ ഞാൻ തരാം. മനസ്സിലായോ? ഇത് നമ്മുടെ ചിന്തയിൽ കയറുന്നുണ്ടോ? പെട്ടെന്ന് കയറത്തില്ല. നീ കുഞ്ഞുങ്ങളോട് പറയാ, നിനക്ക് നല്ല ഭാവി വേണോ, നിനക്ക് നല്ല ലൈഫ് വേണോ, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണ്ട. ക്രിക്കറ്റ് കളിക്കാൻ പോകണ്ടേ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ക്രിക്കറ്റ് കളിയും ക്ലാസ് ഇല്ലാതിരിക്കലും ഡയറി മിൽക്കും ഒക്കെയാ നല്ല ജീവിതം. ഇവിടെ കർത്താവ് പറയുകയാണ്, നീ നിന്റെ ജീവനെ നേടുവാൻ ആഗ്രഹിച്ചാൽ, റിപ്പീറ്റഡ് ആയിട്ട് പറയാം, നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. കാരണം 1000 പേരോട് പറഞ്ഞാൽ ഒരാളെങ്കിലും അതിൽ മാറ്റം വരും. നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാ, നീ നിന്റെ ജീവനെ നീ വെറുക്ക. എങ്ങനെ നിന്റെ ജീവനെ വെറുക്കാന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? നിന്റെ ജീവനെ നീ വെറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ, എന്റെ ജീവനെ എനിക്കായി ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വെറുക്കുകയാണ്. എന്റെ ജീവനെ എനിക്കായി ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വെറുക്കുകയാണ്. എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പനി നിങ്ങൾക്കൊരു കാറ് തന്നു. നിങ്ങളുടെ കമ്പനി കാറ് തന്ന എന്തിനാ? നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണോ അതോ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കാനാണോ? കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ചോദിക്കേ, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ സോള്, നമ്മുടെ ഈ ആത്മാവ്, ഇതൊക്കെ ആരുടെയാ? നമ്മുടെ ആണോ? ഇതൊക്കെ ഉണ്ടാക്കിയ ദൈവമാണോ? ദൈവം ഇത് തന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് ഉപയോഗിക്കാനാണോ ദൈവത്തിന് ഉപയോഗിക്കാനാണോ? ദൈവത്തിന് ഉപയോഗിക്കാനാ, ഇല്ലേ? പക്ഷെ ഡ്രൈവർ ആക്കി വെച്ചേക്കണത് ആരെയാ ഇതിന്റെ ഉള്ളില്? നമ്മളെയാ. ഈ ശരീരത്തിനുള്ളിൽ ഡ്രൈവറാക്കി വെച്ചത് ആരെയാ? നിങ്ങളൊരു കാറ് വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഡ്രൈവറെ അതിൻ്റെ ഉള്ളിലാക്കി, ഡ്രൈവർ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കാറ് കൊണ്ടുപോണേ. അപ്പോൾ ഡ്രൈവർ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് രാവിലെ 8 മണിക്ക് ഇറങ്ങും, തനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ നടത്തിയിട്ട് വൈകിട്ടാകുമ്പോൾ റിപ്പോർട്ട് തരാൻ വരും. മുതലാളി, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോയി. മുതലാളി അറിയുന്നില്ല കാര്യം. പക്ഷേ ഈ ഡ്രൈവർക്ക് അത് ഇഷ്ടവുമാ.
പക്ഷെ ഈ ഡ്രൈവർ ഒരു നല്ല മനുഷ്യനാണെങ്കിലോ, ഒരു നല്ല മനുഷ്യനാ, ഒരു പുതിയ ഡ്രൈവർ വന്നു, അവരൊരു നല്ല മനുഷ്യനാ, നല്ല ഡ്രൈവറെ ഈ പഴയ ഡ്രൈവറുടെ കൂടെ ഞാൻ കൂട്ടിയിരുത്തി. ഈ പഴയ ഡ്രൈവറുടെ കൂട്ടിയിരുത്തി. ഈ പഴയ ഡ്രൈവർ രാവിലെ 8 മണിയായപ്പോൾ ഇറങ്ങി. ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ പുതിയ ഡ്രൈവർ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ. അവനൊരു നല്ല മനുഷ്യൻ, അവന് വല്ലതും ഇഷ്ടപ്പെടുവോ? ഈ നല്ല ഡ്രൈവർക്ക് വല്ലതും ഇഷ്ടപ്പെടുവോ? ഇവൻ ഈ മുതലാളിയുടെ വണ്ടിയും കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടണേ? ആ മുതലാളിയുടെ വണ്ടിയും കൊണ്ട് അവൻ ക്ലബ്ബിൽ പോണു, അവൻ ഇതാ മീൻ മാർക്കറ്റിൽ പോണു, അവൻ ഇതാ മറ്റു പല പല സ്ഥലങ്ങളിലേക്ക് പോകും, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, പല പല കാര്യങ്ങൾ പോകുന്നു. അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ നടക്കുക. ഈ പുതിയതായിട്ട് കടന്നു വന്ന ഈ പുതിയ ഡ്രൈവർക്ക് ഇത് ഒട്ടും പിടിക്കണില്ല. എന്നാൽ ഇവൻ ചെയ്യുന്ന ശരിയല്ലല്ലോ. മുതലാളിയുടെ വണ്ടി, മുതലാളിയുടെ പെട്രോള്, മുതലാളിയുടെ കാര്യങ്ങൾ, സമയം, അതിന് ശമ്പളവും മേടിച്ച് ഇവൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക. ഇവൻ എന്ത് ചെയ്യുക? ഈ പുതിയ മനുഷ്യൻ, ഈ പുതിയ വ്യക്തി ഉണ്ടല്ലോ ഈ കാറിലിരിക്കുന്നത്, ഇവൻ അതിനെ അങ്ങ് വെറുക്കുകയാ. ഈ ഒരു പ്രവൃത്തിയെ അങ്ങ് വെറുക്കുകയാ. മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മൾ ഇന്ന് ദൈവം തന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാ. ദൈവം തന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഈ ദൈവം തന്ന ശരീരം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ വെറുക്കുന്നവരായി തീരണം. മനസ്സിലായോ? ദൈവം തന്ന ശരീരത്തെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ നമ്മളോട് ആരാ പറഞ്ഞേ? ദൈവത്തിന്റെ മുതലിനെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ നമ്മളോട് ആരാ പറഞ്ഞേ? ദൈവത്തിന് പറയാ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാ. ദൈവത്തിൻ്റെതെന്ന് മാത്രമല്ല, ഇപ്പൊ ദൈവം വിളിക്കാൻ അതിന്റെ ഒത്ത് ദിവസിക്കുക. മനസ്സിലായോ? അപ്പൊ ഓരോ നിമിഷവും നമ്മൾ ഈ ശരീരത്തെ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പോവുകയാ. ആരുടെ പ്രോപ്പർട്ടിയും കൊണ്ടായി പോണേ? ദൈവത്തിന്റെ പ്രോപ്പർട്ടിയും കൊണ്ട് നമ്മുടെ ഇഷ്ടം ചെയ്യാൻ കൊണ്ടുപോവുക. മനസ്സിലായോ? കർത്താവ് പറയാ, ആ ഒരു ജീവിതം നീ വെറുക്കണം. നിന്റെ സ്വന്തം ജീവനെ നീ പകയ്ക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ നിനക്ക് പറ്റത്തില്ല. കാരണം എന്റെ മുതലിട്ടാ നീ കളിക്കണേ. പക്ഷെ നമുക്കിന്നും കത്താറുണ്ടോ? ഇതിനകത്ത് കത്താറുണ്ടോ? അവള് പറയണത് എന്റെ ശരീരം എനിക്കിഷ്ടമുള്ള പോലെ എന്നാ. അല്ല സഹോദര സഹോദരി, ദൈവത്തിന്റെ ഇത് മുഴുവൻ. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് പോലെ ഇതിനെ തിരിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. പക്ഷെ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ തിരിക്കാൻ പറ്റിയ ഒരു ചിന്തയല്ല നമ്മുടെ അകത്ത് കിടക്കണേ. ആ പഴയ മനുഷ്യന്റെ ചിന്തകളൊന്നും അതിനല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ പോകാനുള്ള ചിന്തകളാ. മനസ്സിലായോ? ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, കാളയ്ക്ക് തന്റെ യജമാനെ അറിയാം, കഴുതയ്ക്കും അറിയാം, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, അറിയത്തില്ല. അവര് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബോഡിയും കൊണ്ട് അവര് പോവുകയാ. നമ്മൾ കൊടുത്ത കാറും കൊണ്ട് ഡ്രൈവർ അവന്റെ ഇഷ്ടത്തിന് പോയ പോലെയുണ്ട്. മനസ്സിലായോ? അമ്മേ, നിങ്ങളാണ് ആ മുതലാളിയെങ്കിൽ തിരിച്ച് നിങ്ങളെ തമ്പ് പറഞ്ഞു തിരിച്ചു വന്ന ഡ്രൈവർ എന്തായിരിക്കും ചെയ്യണേ? എന്തായിരിക്കും ചെയ്യണേ? ആ ദിവസവും കൂടെ അവന്റെ ജോലി കഴിഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ അറിയാറില്ലല്ലോ. അറിയാറില്ലല്ലോ. ഇതേപോലെ തന്നെയാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക ഇപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ നിർത്തിയിരിക്കുക. കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഇവിടെ, കർത്താവ് ഈ ജനത്തോട് കർത്താവാണോ പറയുന്നതെങ്കിൽ പ്രസംഗിക്കുന്ന ഇതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. അതിന്റെ അരുമ ശിഷ്യനോട് പറയുന്ന രംഗമാണ് ഇവിടെ കാണാനായിട്ട് ഇടയാകുന്നത്. അതിന്റെ 25-ാം വാക്യത്തിൽ പറയുക, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ, മറ്റേ രീതിയിൽ പറഞ്ഞാൽ നേടുവാൻ ഇച്ഛിച്ചാൽ, അതിനെ കളയും. അത് പോകത്തേ ഉള്ളൂ. ഒരു ഡ്രൈവർ കമ്പനിയുടെ വണ്ടി എടുത്ത് തനിക്കായി ഉപയോഗിക്കാൻ ഇച്ഛിച്ചാൽ കുറച്ച് ദിവസം നടക്കുമായിരിക്കാം, അതോടെ അവന്റെ ജോലി പോകും. മനസ്സിലായോ? സംഭവം പിടുത്തം കിട്ടിയോ? ഇനി എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ, അതായത് ഡ്രൈവർ തീരുമാനിക്കുക, കമ്പനി എനിക്ക് വണ്ടി തന്ന് എനിക്ക് വേണ്ടി ഓടാനല്ല, കമ്പനിക്ക് വേണ്ടി ഓടാനാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഓടൽ നിർത്തി കമ്പനിക്ക് വേണ്ടി ഓടാൻ പോവാ. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ,
അവൻ അതിനെ നേടും. വ്യത്യാസം മനസ്സിലായോ? അപ്പോ ഇതൊക്കെ പറയുമ്പോഴാണ് മാറ്റം വരുവാൻ താല്പര്യമുള്ളവർക്ക് കുഴപ്പമില്ല. മാറ്റം വരാൻ താല്പര്യം ഇല്ലാത്തവർ പറയോ സോ ഡിഫിക്കൽട്ട്. അവരുടെ ചിന്ത ഇപ്പൊ നമ്മുടെ നോക്കിയാൽ നമ്മുടെ അകത്ത് ഇത് ആരും അറിയുന്നില്ല, നിങ്ങളും ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അകത്തുള്ള ചിന്തകളൊക്കെ ഇതിലേതൊക്കെയാ? ഓ സോ ഡിഫിക്കൽട്ട്. ഈ ഗ്രൂപ്പായിരിക്കും ഏറ്റവും കൂടുതൽ. മനസ്സിലായ? ഈ ഗ്രൂപ്പായിരിക്കും ഏറ്റവും കൂടുതൽ. ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും? ഇതിപ്പോ നമ്മള് ഇത് പുറമെ പബ്ലിക് അറിയാത്തതിനാന്നറിയാമോ? ഇതൊന്നും ഈ ചിന്തകളൊക്കെ ദൈവം മാത്രമേ കാണുന്നുള്ളൂ, ഇത് അറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, അപ്പൊ പ്രിയരെ ഒന്ന് മനസ്സിലാക്കി. കർത്താവ് ഒരു കണ്ടീഷനോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ലൂക്കോസ് സുവിശേഷം കടന്നു വന്നാട്ടെ. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം. 14-ാം അധ്യായത്തില് കർത്താവ് പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ അടുക്കൽ വന്നിട്ടും കർത്താവിന്റെ കൂടെ ഉണ്ടായിട്ടും കർത്താവിന്റെ ശിഷ്യന്മാരല്ലാത്തവർ. കർത്താവ് പറയുക അതിന്റെ 26-ാം വാക്യം, എന്റെ അടുക്കൽ വരികയും. അപ്പോൾ ഇവരാരുടെ കൂടെ ഉള്ളവരാ? യേശുവിനോട് കൂടെ ഉള്ളവരാ. യേശുവിനോട് കൂടെ ഉള്ളവരാ. അവിടെ പറയാം എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും, ഇനി ആരെയും വിടുന്നില്ല കർത്താവ്, സഹോദരിമാരെയും, ഇനി അവസാനം പറയാം സ്വന്തം ജീവനെ കൂടെ, അവനെ തന്നെ പകയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മനസ്സിലായോ? എമ്മേ, സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവന്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ കേട്ടല്ലോ, എന്റെ ജീവൻ എന്റേതല്ല, എന്നെ ഉണ്ടാക്കിയ ഉടയവനായ ദൈവമുണ്ട്. എന്നെ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ദൈവത്തിന് വേണ്ടിയാ. എന്നെ ഉണ്ടാക്കിയത് എന്റെ ഭർത്താവിന് വേണ്ടിയല്ല, എന്നെ ഉണ്ടാക്കിയത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, എന്നെ ഉണ്ടാക്കിയത് എന്റെ സഹോദരന് വേണ്ടിയല്ല, എന്നെ ഉണ്ടാക്കിയത് എന്റെ സഹോദരിക്ക് വേണ്ടിയല്ല, എന്നെ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയും അല്ല, എന്റെ അപ്പന് വേണ്ടിയല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല, എന്നെ ഉണ്ടാക്കിയത് എന്റെ ദൈവത്തിന് വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന് വേണ്ടിയോ സഹോദരി വേണ്ടിയോ അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ല നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ. മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മളോട് തിരിച്ചു പറയും, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ അല്ല, നീ എനിക്കായി പ്രയോജനപ്പെടുന്നത് കണ്ട് നീ അവരെയും കൂടെ എന്റെ പാതയിൽ കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, അല്ല ലോകത്തിൽ ചിലർ വളരെ ദുഃഖിച്ചിരിക്കുന്നത് കാണാം. ഓ എന്താ പ്രശ്നം, അവളായിരുന്നു എനിക്ക് എല്ലാം. പക്ഷെ അവള് കഴിഞ്ഞ ദിവസം എന്നെ തള്ളി പറഞ്ഞു. സഹോദര, നിന്നെ പോലൊരു വിഡ്ഢിയായ മനുഷ്യൻ വേറെ ഉണ്ടോ? കാരണം അവക്ക് വേണ്ടി ജീവിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? നീ ദൈവത്തിന് വേണ്ടി ജീവിക്കേ. എന്നിട്ട് നിന്റെ ഭാര്യയെ സ്നേഹിച്ച് ആ സഹോദരിയോട് ദൈവത്തിൽ കൊണ്ടുപോവാ. നിന്റെ ആശ്രയം നിന്റെ ഭാര്യയല്ല, നിന്റെ ആശ്രയം നിന്റെ ഭർത്താവല്ല, നിന്റെ ആശ്രയം നിന്റെ മക്കളല്ല. അവരെല്ലാം സ്നേഹിക്കേ. എന്നിട്ട് അവരെയും കൂടെ നീ ദൈവത്തിൽ ആശ്രയിക്കുക. എന്നിട്ട് അവരെയും കൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കേ. അവരെയും കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുപോവാ. മനസ്സിലാവുന്നുണ്ടോ? അവ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഈ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അകത്തൊരു തീരുമാനം ഉണ്ടാകണം. എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ സ്വന്തം വീടായ ദൈവരാജ്യത്തിൽ പോകണം എന്നൊരു തീരുമാനം. തുടർന്ന് അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനസ്സിലായോ? ഞാൻ എന്ന് ഒരേ ചക്രത്തിൽ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കുഞ്ഞെ സഹോദര സഹോദരി, നിന്റെ ചുറ്റുമുള്ള ലോകം മാറത്തില്ല. നിന്റെ ചുറ്റുമുള്ള ലോകം ഓരോ നിമിഷം കൂടുതൽ ഭക്ഷണത്തിലേ പോകത്തുള്ളൂ. പക്ഷെ മാറേണ്ടത് നീയാ. മനസ്സിലാവുന്നുണ്ടോ? ലോകം മാറാൻ നോക്കിയിട്ട് കാര്യമില്ല, ചുറ്റുമുള്ളവർ നോക്കാൻ മാറാൻ നോക്കിയിട്ട് കാര്യമില്ല. മാറേണ്ടത് കുഞ്ഞെ ഞാനും നിങ്ങളുമാ. മനസ്സിലായോ? ഏമേ, ഹല്ലേലൂയ. ഞാനൊരു ലോകപൈതലായിട്ട് ഇവിടെ വന്നേ. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന റാഫ വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് മാറിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏമേ, അത് കുറച്ചും കൂടി പല രീതിയിൽ വിപുലമാകുന്നതേ ഉള്ളൂ. ഓരോ സമയങ്ങളും ഇതിന്റെ കാഴ്ചകൾ. ഞാൻ വന്നപ്പോൾ ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒക്കെ കൂടിയിട്ടേ ഉള്ളൂ. അമ്മേ,
ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം 3 ഫിലിം വെച്ച് കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നെയാ കർത്താവ് മാറ്റിയേ. മനസ്സിലായോ? അപ്പൊ നീ ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങ് മാറട്ടെ. ഇല്ലില്ല, അത് ഒന്നും കൂടി കടുപ്പം കൂടത്തേ ഉള്ളൂ. മാറുവാനുള്ള തീരുമാനം എടുക്കണം നമ്മുടെ ഹൃദയത്തിലാ. മനസ്സിലാവുന്നുണ്ടോ? ഈ ജീവിതം നമുക്ക് വേണ്ടി വേണ്ട. എന്റെ ചുറ്റുമുള്ളവര്, എന്റെ സഹോദരിമാര്, എന്റെ സഹോദരന്മാര്, എന്റെ കൂടെയുള്ളവരൊക്കെ അവർ ഈ ജീവിതം അവർക്ക് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ എനിക്കങ്ങനെ പറ്റത്തില്ല. കാരണം ഞാൻ സത്യം അറിഞ്ഞു. ഞാൻ എന്റേതല്ല. എനിക്ക് കണ്ണ് തന്നത് എന്റെ അമ്മച്ചിയല്ല. എനിക്ക് കണ്ണ് തന്നത്, എനിക്ക് ചെവി തന്നത് എന്റെ അപ്പച്ചനല്ല. എന്റെ ഈ ഭൂമിയിലുള്ള സഹോദരന്മാരെന്നല്ല എനിക്ക് കൈയും കാര്യം തന്നത്. എന്നെ യാസിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ ദൈവമാണ്. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? ഈ ഒരു തീരുമാനം ആദ്യം അകത്ത് ഒരു സുബോധം വരട്ടെ. നമുക്ക് വേണ്ടിയല്ല ഈ ജീവിതം, നമ്മുടെ കർത്താവിന് വേണ്ടിയാ, നമ്മുടെ ദൈവത്തിന് വേണ്ടിയാ. മനസ്സിലായോ? അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ കർത്താവിന് വചനം പറയാ, അങ്ങനെ ദൈവ ഇഷ്ടം നീ ചെയ്താൽ നീ സ്വർഗരാജ്യം അവകാശമാക്കും. മനസ്സിലായോ? അതായത് നിന്റെ ശരീരവും നിന്റെ കാര്യങ്ങളും നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് ദൈവത്തെ നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനും എല്ലാം എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരുടെ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. മനസ്സിലായോ? ലോകം മുഴുവൻ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ദൈവത്തെ തേടി വരുന്നു. എന്ന കർത്താവിന്റെ വചനം പറയുക, നീയോ എന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ ജീവിക്കേ. നിനക്ക് ജീവിക്കാൻ വേണ്ടി എന്നെ തേടുന്നവനായിട്ടല്ല, എന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ തേട്, എന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ ജീവിക്കേ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യത്യാസം ഇതാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മൾ ജീവിക്കേണ്ടത് കർത്താവിന് വേണ്ടിയാ. കർത്താവിന്റെ വചനം പറയാ, അതുകൊണ്ട് പൗലോസ് പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല, ഭയമില്ല. ഞാൻ മരിക്കുമല്ലോ എന്നുള്ള ഭയമില്ല. എന്റെ മരണം എനിക്കൊരു ലാഭമാണ്. ഇതേ ഒരു ബിസിനസ്സുകാരനെ പോലെ പറഞ്ഞു, എന്റെ മരണം എനിക്കൊരു ലാഭം. നമ്മളും പറയണ എന്റെ മരണം എനിക്കൊരു ലാഭമാണ്. മനസ്സിലായി? ഓരോ നിമിഷവും മരണം വരുമ്പോ മോളെ പിടിച്ചോടി അയ്യോടി എന്നെ അയ്യോ ഞാൻ മരിക്കാൻ പറഞ്ഞോ, എന്റെ മരണം എനിക്കൊരു ലാഭമാണെന്നേ. ഈ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിക്കാൻ കർത്താവിന് വേണ്ടി ജീവിച്ച് നമ്മുടെ പോകാനുള്ളവരാ. നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവല്ല, നമ്മുടെ പോകാൻ പോവുക. ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാം. കണ്ണിലടയ്ക്കാൻ ദൈവസ്ഥലത്ത് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിലെ പലത് കേൾക്കുവാനായിട്ട് ഇടയായി. പലരും കടപ്പാൻ നോക്കും. സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ചാണ് അവിടെ കർത്താവ് പറയാനിട. പലരും കടപ്പാൻ നോക്കും. കർത്താവിന്റെ റിസൾട്ട് അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, കഴിയുകയില്ല താനും. നോക്കുമെന്ന് നാം മനസ്സിലാക്കി. അതെന്താണ് നോക്കുന്നത്? പാവം ചെയ്യുന്ന മനുഷ്യനെ കെട്ടിയിടാൻ ശ്രമിക്കുകയായി നോക്കുക എന്ന് പറഞ്ഞാൽ. പാവം ചെയ്യുന്ന മനുഷ്യനെ കെട്ടിയിടാൻ ശ്രമിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അവനെ കെട്ടുക മാത്രമല്ല, അവനെ തകർത്ത് കളയുക. പാപം ചെയ്യുന്ന മനുഷ്യനെ തകർത്ത് കളയുക. അതോടൊപ്പം തന്നെ പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ അകത്തുനിന്ന് പുറത്തിറങ്ങുകയാണ്. ആ ശുശ്രൂഷയാണ് പോരാട്ടം. സ്വയത്തെയാണ് അവിടെ പോരാടി തകർക്കുന്നത്. മനുഷ്യന്റെ സ്വയത്തെ പോരാടി തകർത്ത് കളയുക. ആ ശുശ്രൂഷയാണ് ഇടുക്കുവഴി. ഇടുക്കുവഴിയിലൂടെ കടപ്പാൻ പോരാടുക. മനോഹരമായി കർത്താവ് പുതിയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ലോകം കേൾക്കാത്തത് ഈ റാസൽ കൈമയിലെ ജനം കേൾക്കുന്നു. നിങ്ങൾ അനുഗ്രഹീതരാ, പക്ഷെ അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുണ്ട്. ഒരു തീരുമാനമെടുക്കുക. ഞാൻ എന്റേതല്ല. എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല. കാരണം എൻ്റെ ഈ ശരീരത്തിലെ ഒരു ഗ്രാം മാംസമെങ്കിലും എന്റെ സ്വന്തമായിട്ട് പറയാൻ എനിക്കുണ്ടോ? 1 ഗ്രാമെങ്കിലും എന്റേതായിട്ടുണ്ടോ? പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു പറഞ്ഞ അർത്ഥമല്ല. എന്റെ ശരീരം രോമം പോലും എന്റേതല്ല. അതല്ല എൻ്റെ പിതാവിൻ്റെയാ. ആ അപ്പച്ചന് വേണ്ടി ഞാൻ ജീവിക്കട്ടെ. സ്നേഹം പിതാവിന് വേണ്ടി ഞാൻ ജീവിക്കട്ടെ. ഒരു തീരുമാനം എടുക്കുക. കർത്താവ് നമ്മുടെ മധ്യയോട് നടക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, മോനെ മോളെ, എന്നെ അയച്ചത്, പിതാവ് അയച്ചത് നീ ഒരു മകനായി തീരാൻ വേണ്ടിയാ, നീ ഒരു മകളായി തീരാൻ വേണ്ടിയാ. തീരുമാനം എടുക്കുന്നവർക്ക് സ്തോത്രം.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. എടുത്ത് തീരുമാനത്തോട് വിശ്വസ്ത പുലർത്തുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ.